Hello guys, I am Adnan and welcome back to my channel Superness. നമ്മളാണ് സൂപ്പർനെസ് സൂപ്പർ ഹീറോസ്. സൂപ്പർനെസ് എൻ്റർടൈൻമെൻറ്റ് ഒരു പുതിയ മാർവലിലേക്ക് എല്ലാ സൂപ്പർ ഫാൻസിനും സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കോമിക് ബുക്കിൻ്റെ റിവ്യൂ ആണ്. കോമിക്ക് ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി, എന്നാൽ പോലും ഇപ്പോഴാണ് റിവ്യൂ ഇടാൻ പറ്റിയത്. സോ ഇതാണ് ആ ബുക്ക്. ബേസിക്കലി ഇതൊരു കോമിക് ബുക്കല്ല, ഇതൊരു സ്പൈഡർമാൻ്റെ ഒരുപാട് കോമിക് ബുക്ക് കളക്ഷൻ്റെ ഒരു കോമ്പിനേഷൻ, അതായത് കളക്ഷൻ ആയിട്ടുള്ള ഒരു കളക്ടേഴ്സ് എഡിഷനാണ്. സോ ദ അമേസിങ് സ്പൈഡർമാൻ സ്റ്റാൻലി ആൻഡ് സ്റ്റീവ് ഡിറ്റ്കോ. സ്റ്റീവ് ഡിറ്റ്കോയുടെയൊക്കെ കുറേ ഒരുപാട് സ്പൈഡർമാൻ സ്റ്റോറീസ് ഉള്ളൊരു കോമിക്സ് ഉള്ളൊരു കളക്ഷൻ ആണിത്. സോ ഇത് പെൻഗ്വിൻ ക്ലാസിക്സ് ആണ്, അവരുടെ മാർവൽ കളക്ഷൻ. പെൻഗ്വിൻ ക്ലാസിക്സ് ആണ് അവരുടെ മാർവൽ കളക്ഷൻ ആയിട്ട്. ഇവിടെ നിങ്ങൾക്ക് പെൻഗ്വിൻ്റെ ലോഗോ കാണാം, ഇവിടെ മാർവലിൻ്റെ ലോഗോ കാണാം. സോ ഈ ബുക്ക് ഞാൻ വായിച്ചു വന്നതാണ്. എത്ര ഉണ്ട് കട്ടി. ഈ ബുക്ക് ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി. ടു ബി ഹോണസ്റ്റ് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ റിവ്യൂ ഇടാൻ വേണ്ടി ഈ ഒരു ബുക്ക് മുഴുവൻ വായിക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന് തോന്നി. കാരണം ഇത് അഫ്കോഴ്സ് ഇത് കോമിക്സ് ആണ്, നമുക്ക് ഒരുപാട് കോമിക്സ് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ ബേസിക്കലി ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്, ഇതിൻ്റെ വിലയൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. സോ ഇതിൻ്റെ ഒരു മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, സ്പൈഡർമാൻ്റെ ഒറിജിൻ കോമിക്കിലുണ്ട്. അതായത് അമേസിങ് ഫാൻറ്റസി 15th ഓഗസ്റ്റിൽ ഇറങ്ങിയ ആ സെയിം സംഭവം സ്പൈഡർമാൻ്റെ ഒറിജിൻ ഇറങ്ങി. ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, സ്പൈഡർമാൻ്റെ ഒറിജിൻ കോമിക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് അറിയണമെങ്കിൽ ഇതെടുത്താൽ മതി. ഇപ്പം ഞാൻ അടുത്ത സീൻസൊക്കെ കാണിച്ചു തരാം. അതെന്താ സ്പൈഡർമാനെ പീറ്റർ പാർക്കറിന് ചിലന്തി അടിക്കുന്നത്. ആൻഡ് പിന്നെ എവിടെ നിന്നിട്ട് ഇതാ ഈ സീനൊക്കെ നമുക്ക് അറിഞ്ഞൂടെ, നമ്മുടെ സ്പൈഡർമാൻ മൂവി കണ്ടതാണ്, റെസ്ലിങ്ങിന് പോകുന്നത്. ആൻഡ് പിന്നെന്താ കുറേ ഉണ്ട്. പിന്നെ സ്പൈഡർമാൻ ഫൈറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരുപാട് സംഭവം. ആൻഡ് ഓഫ്കോഴ്സ് ഈ കോമിക് എന്ന് പറഞ്ഞാൽ ഇതാ അമേസിങ് ഫാൻറ്റസി, ഇത് ഒരുപാട് പഴയ കോമിക്കാണ്, എല്ലാവർക്കും അറിയാം. ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി ഇപ്പം നമ്മൾ പടങ്ങൾ ഇറങ്ങുന്നത് അത് റീമാസ്റ്റേർഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓഫ്കോഴ്സ് ഞാൻ റാൻഡമായിട്ട് കാണിച്ചുതരാം, ഇടയ്ക്കിടയ്ക്ക് വെച്ച് കാണിച്ചത് നിങ്ങൾക്ക് സ്പോയിലറാകും. സോ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ പഴയ സംഭവം ഉണ്ട് എന്നാൽ പോലും ആ ഒരു അതിൻ്റെ ക്വാളിറ്റി നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ വില്ലൻസ് എല്ലാവരും ഉണ്ട്. അതാ ഇലക്ട്രോ, കോമിക്സിൽ ഇങ്ങനെയാണ് ഇലക്ട്രോ ഇരിക്കണം, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ കാണിച്ചുതരാം. ആൻഡ് ഇങ്ങനെ ഉണ്ട്. ആൻഡ് എന്താ പറയുക, വളരെ നല്ലൊരു കോമിക്കാണ്. ഇവിടെയുണ്ട് ഓഫ്കോഴ്സ് ഇതാ ഗ്രീൻ ഗോബ്ലിൻ. ആരെങ്കിലും കോമിക്സ് കണ്ടിട്ടുണ്ടോ? ഇതാണ് ശരിക്കുള്ള ഗ്രീൻ ഗോബ്ലിൻ കോമിക്സിലുള്ള. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിവ്യൂയിലേക്ക് കിടക്കാം. സോ ഇതെന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞ റിവ്യൂയുടെ പാട്ടാണ് കേസ് ചെയ്യുന്നത് പോലെ. ഈ ഒരു കോമിക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് എല്ലാവരും വാങ്ങിക്കണമെന്ന് നിർബന്ധമില്ല. ഇതൊരു ഓഫ്കോഴ്സ് ഇത് കളക്ടേഴ്സ് എഡിഷനാണ്. ഞാൻ അടുത്ത് പോയി കണ്ടു, സ്ഥലം പറയുന്നില്ല കാരണം ആ സംഭവത്തിൽ നിന്ന് ഇപ്പം പോയി മേടിക്കാൻ പറ്റില്ല. അവിടുത്തെ കണ്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെ മേടിച്ചതാണ്. അങ്ങനത്തെ ഒരു സംഭവമാണിത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1899 രൂപയാണ്. എനിക്കൊരു അവർ എന്ന് വെച്ചാൽ ഞാൻ ചെന്ന സ്ഥലത്ത് അത് ഫസ്റ്റ് സെയിലായിരുന്നു, എന്ന് വെച്ചാൽ ഫുൾ അവിടുത്തെ വെരി ഫസ്റ്റ് സെയിലായിരുന്നു. അവിടെ കുറേ സംഭവങ്ങളുണ്ടായി, കുറേ സ്റ്റോഴ്സ് ഉണ്ടായി. അതിന് എനിക്ക് 1800 രൂപയ്ക്ക് അവർ തന്നു. 1800 രൂപയ്ക്കാണ് വരുന്നത്. അഫ്കോഴ്സ് ഇത് നല്ല ഡീലാണ്, പക്ഷേ എനിക്ക് മുഴുവൻ വായിക്കാൻ പറ്റില്ല. 300-400 പേജൊക്കെ ഉണ്ട്. കുറേ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ചെറിയ തലവേദന എടുക്കും. കാരണം കോമിക്സ് ആയാലും ബുക്കായാലും എനിക്കങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാൻ പറ്റില്ല. ഞാൻ കോമിക്സ് ഒക്കെ വായിക്കുന്നത് തന്നെ വളരെ ഇതായിട്ടാണ്, എന്ന് വെച്ചാൽ സമയം എടുത്തിട്ടാണ്. ബേസിക്കലി ഇതിൻ്റെ ഇലിസ്ട്രേഷൻ നമുക്ക് പോസിറ്റീവ്സിൽ തന്നെ തുടങ്ങാം. ഇതിൻ്റെ ഇലിസ്ട്രേഷൻ നമ്പർ 1 മാർക്ക് കൊടുക്കണം. കാരണം ഇത് പഴയ ഇലിസ്ട്രേഷനാണ്, എന്നാൽ പോലും അത് റീസ്റ്റോർ ചെയ്ത് അതിന് പെൻഗ്വിനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു നല്ല ഒരു നെഗറ്റീവായിട്ട്, എനിക്ക് ചെറിയ നെഗറ്റീവായിട്ട് തോന്നിയ ഇതിൻ്റെ ഇത്രയും ബുക്ക് കളക്ഷൻ വേണ്ടിയിരുന്നില്ല. കുറച്ച് നേരം മതി, കുറച്ച് സ്റ്റോറീസ് വേണ്ടിയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ എന്താ പറയുക, ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെ സംഭവം തരുന്നുണ്ട്. കാരണം എൻ്റെ പേജസ് ആയിക്കോട്ടെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കാരണം ആ ഒരു തുറക്കുമ്പോൾ തന്നെ ഒരു പ്രീമിയംനെസ് നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് എനിക്ക് ഈ ബുക്ക് ഭയങ്കര വെയിറ്റ് ഉണ്ട് ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ഇടത്തെ കൈ വെച്ച് ഇങ്ങനെ മാറ്റുന്നത്. ഇല്ലെങ്കിൽ ഞാൻ എന്താ പറയുക
വലത്തെ കൈ വെച്ച് നീക്കുമായിരുന്നു. സോ നിങ്ങൾക്കൊരു ഇൻഡെക്സ് കാണിച്ചു തരാം, ഏതൊക്കെ സ്റ്റോറീസ് ഇവിടെ തൊട്ട് ഇവിടെ വരെ ഏതൊക്കെ സ്റ്റോറീസ് ഇതിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിലുള്ളത്. ഞാൻ പറഞ്ഞ അമേസിംഗ് ഫാൻറ്റസി, ഇതാണ് ഒറിജിനൽ സ്റ്റോറി. അമേസിംഗ് ഫാൻറ്റസി #15 August 1962. അതായത് ഇതാണ് അതിൻ്റെ ഓപ്പണിങ്. ഇതാണ് ആ കഥ, സ്പൈഡർമാൻ്റെ ഒറിജിനൽ സ്റ്റോറി. സ്റ്റാൻലിയുടെ സ്റ്റീവ് ഡിറ്റ്കോ, ഇതിലുള്ള എല്ലാം സ്റ്റാൻലിയുടെയും സ്റ്റീവ് ഡിറ്റ്കോയുടെ കളക്ഷനിലുള്ളതാണ്. സോ ഈ സംഭവം ഇനി എവിടെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ ആമസോണിൽ കിട്ടുമായിരിക്കും എന്ന് തോന്നുന്നു. നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ ബുക്കിൻ്റെ പേര് ദ അമേസിംഗ് സ്പൈഡർമാൻ സ്റ്റാൻലി ആൻഡ് സ്റ്റീവ് ഡിറ്റ്കോ പെൻഗ്വിൻ ക്ലാസിക്സ് മാർവൽ കളക്ഷൻ എന്നാണ്. സോ എന്തായാലും ഗൈസ്, ഇത് എൻ്റെ ഒരു കോമിക്, ഞാൻ ഇപ്പോൾ ഒരുപാട് കോമിക്സ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർവൽ, DC കുറച്ചേ ഉള്ളൂ, കാരണം ഐ എം നോട്ട് എ DC ഫാൻ. DC ഇഷ്ടമാണെന്നേ ഉള്ളൂ, ഐ എം നോട്ട് എ DC ഫാൻ. DC ഇഷ്ടമാണ്, പക്ഷെ ബേസിക്കലി ഐ എം എ മാർവൽ ഫാൻ മെയിൻലി. സോ എൻ്റെ ഒരുപാട് മാർവൽ കോമിക്സ് ഉണ്ട്. മിന്നൽ മുരളിയിലെ കോമിക്സിൻ്റെ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം. സോ മിന്നൽ മുരളിയിലെ കോമിക്സ് കേരളത്തിൽ ഇറങ്ങിയപ്പോൾ ആദ്യം തന്നെ നമ്മൾ മേടിച്ച് റിവ്യൂ ചെയ്തതാണ്. പിന്നെന്താ പറയുക, ഈ സംഭവം ഒരു കോമിക് ബുക്ക് ഫാനിന് എന്താ പറയുക 100% ട്രീറ്റ്, വിഷ്വൽ ട്രീറ്റ് എന്താന്ന് വെച്ചാൽ വിളിച്ചോ, സംഭവം സാധനം വേറെ ലെവലാണ്. ചില സമയത്ത് നമുക്ക് ഈ ബുക്കിൻ്റെ റിവ്യൂ ഇടുന്നതിന് മുമ്പ് ഇത് വായിച്ചു, ഞാനൊരു ഇതുവരെ ഇങ്ങനെ വായിച്ചു, ഞാൻ മുഴുവൻ കാണിക്കുന്നത് സ്പോയിലേഴ്സ് നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഉണ്ടോ പകുതി കൂടുതൽ വായിച്ചു. അപ്പോൾ എന്താ പറയുക, എനിക്ക് തോന്നിയ സംഭവം എന്ന് വെച്ചാൽ ചില സ്റ്റോറീസ് വായിക്കുമ്പോൾ എൻ്റെ കണ്ണീന്ന് രോമാഞ്ചം കൊണ്ട് കണ്ണീര് വരും. അതൊരു പ്രൗഡായിട്ടുള്ള, അത് പ്രൗഡ് മാർവൽ ഫാനായിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ ഇത് പറയുകയാണെങ്കിൽ ഒരു സ്പൈഡർമാൻ മൂവീസിലൊന്നും ആനിമേഷൻ മൂവീസ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇൻറ്റു ദ സ്പൈഡർവേഴ്സ് ആയിക്കോട്ടെ, അക്രോസ് ദ സ്പൈഡർവേഴ്സ് ആയിക്കോട്ടെ, അത് നമുക്ക് മാറ്റി വയ്ക്കാം. പക്ഷെ ലൈവ് ആക്ഷൻ പടങ്ങളിലൊക്കെ ഈ ഒരു കോമിക്സിലൊക്കെ കാണിച്ചതിൻ്റെ ഒരു എന്താ പറയുക 40 അല്ലെങ്കിൽ 45-50% കാണിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇത് എന്താ പറയുക, എന്തായാലും ഇത്രയും കാണിച്ചു. എൻ്റെ ബാക്ക് സൈഡ് കൂടെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബാക്ക് സൈഡ്, ഇങ്ങനെയാണ് ഇത് വരുന്നത്. സൈഡ് ഇങ്ങനെയാണ്. ആൻഡ് ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദിസ് ഈസ് എൻ്റെ ഇലിസ്ട്രേഷൻ, കുറച്ചുകൂടെ ക്ലിയർ ആയുള്ളൂ. ഇങ്ങനെയാണ് എൻ്റെ ഇലിസ്ട്രേഷൻ, വളരെ നന്നാണ്, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കംപ്ലീറ്റ്ലി വായിക്കാൻ പോവാണ്, ആദ്യം കംപ്ലീറ്റ് വായിക്കാൻ പോവാണ്. സോ ഗൈസ്, ഓർക്കുക ദ അമേസിംഗ് സ്പൈഡർമാൻ സ്റ്റാൻലി ആൻഡ് സ്റ്റീവ് ഡിറ്റ്കോ പെൻഗ്വിൻ ക്ലാസിക്സ് മാർവൽ പെൻഗ്വിൻ ക്ലാസിക്സ് മാർവൽ കളക്ഷൻ ആമസോണിൽ കിട്ടുമായിരിക്കും. എന്താണ് സെർച്ച് ചെയ്താലേ ഗൈസ് കിട്ടൂ. സോ ഞാൻ എൻ്റെ ഒരു കോമിക് കളക്ഷൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മാർവൽ കോമിക്സ് ഉണ്ട്. ഇപ്പോൾ ഫാൻഡത്തിൻ്റെ കുറച്ച് കളക്ഷൻ ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു 1, 2, 3 ഫാൻഡം കോമിക്സും ഉണ്ട്. ഒരു DC കോമിക് ഉണ്ട്, ബാറ്റ്മാൻ 3 ജോക്കേഴ്സ് എന്ന്. അത് ബാറ്റ്മാൻ 3 ജോക്കേഴ്സിൻ്റെ വീഡിയോ ആണെങ്കിൽ ഗൈസ് നിങ്ങൾ പറയാം, ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം. ഇനിയും ഒരുപാട് കോമിക്സ് ഉണ്ട്, അതിൻ്റെയൊക്കെ റിവ്യൂ പെൻഡിങ് ആണ്, വായിച്ചിട്ട് ചെയ്യാം. അപ്പം ഇതാണ് ആ ബുക്ക്. ഇത് ചെയ്യണമെന്ന് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു, ഇപ്പം സാധിച്ചിരിക്കുകയാണ്. സോ ഗൈസ്, ഈ ബുക്കിൻ്റെ അടുത്ത് തന്നെ ഔട്ടർ പറയാം. സോ ഗൈസ്, മറ്റൊരു മാർവൽ വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതൊരു സൂപ്പർ സൂപ്പർ ഹീറോസ്.